25 വർഷം മുൻപ് ₹1 മാത്രം വിലയുണ്ടായിരുന്ന റോയൽ എൻഫീൽഡിന്റെ ഓഹരി ഇന്ന് 4800 രൂപയിലെത്തിയത് എങ്ങനെയെന്നറിയാമോ? നിങ്ങളുടെ സംരംഭത്തിനും ഇത് സാധ്യമാകും. ബ്രിട്ടനിൽ ജനിച്ച ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ റോയൽ എൻഫീൽഡ് 2000-ൽ സിദ്ധാർത്ഥ് ലാൽ സിഇഒയായി എത്തുമ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഇന്ത്യക്കാർ ഒന്നടങ്ക് കൈയൊഴിഞ്ഞ റോയൽ എൻഫീൽഡ് ഇന്ന് ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചത് എങ്ങനെയെന്നറിയണ്ടേ? 1999-ൽ സിദ്ധാർത്ഥ് ലാൽ ഐഷർ മോട്ടോഴ്സിൽ എത്തുമ്പോൾ 1950-കളിൽ ജന്മം കൊണ്ട കാസ്റ്റേൺ എഞ്ചിനാണ് എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ഡീലക്സ് ബ്രാൻഡുകളിൽ വിൽപ്പന നടത്തിയിരുന്നത്. എൻഫീൽഡിന്റെ സാരഥിയായി എത്തിയതിന് പിന്നാലെ സിദ്ധാർത്ഥ് തന്റെ വാഹനം ആളുകൾക്ക് പ്രിയമല്ലാതായി മാറിയതിന്റെ കാരണം കണ്ടെത്താൻ ഇന്ത്യ മുഴുവൻ 350 കാസ്റ്റേൺ എഞ്ചിനിൽ ഒരു യാത്ര നടത്തി. സ്റ്റാർട്ടിംഗ് ട്രബിൾ, ഉയർന്ന മെയിന്റനൻസ് ചാർജ്, കുറഞ്ഞ മൈലേജ്, ഭാരം, വൈബ്രേഷൻ, വലതുവശത്തെ ഗിയർ, ആംബിയർ സെറ്റ് ചെയ്തുള്ള കിക്ക് സ്റ്റാർട്ട് തുടങ്ങിയവയായിരുന്നു അക്കാലത്ത് റോയൽ എൻഫീൽഡ് ബൈക്കുകൾ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങൾ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം പോയിന്റ് സ്റ്റാർട്ടിംഗിൽ നിന്ന് മാറ്റി CA എഞ്ചിനിൽ ഇലക്ട്രിക് യൂണിറ്റ് ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ഇലക്ട്ര, മാറ്റിസ്മോ മോഡലുകൾക്ക് എൻഫീൽഡ് വലിയ പരസ്യം നൽകിയിരുന്നെങ്കിലും ഫലം നിരാശയായിരുന്നു. തുടർന്ന് 2001-ൽ സിദ്ധാർത്ഥ് മറ്റ് പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരമായി ഓസ്ട്രിയൻ നിർമ്മാതാക്കളുടെ പങ്കാളിത്തത്തോടെ AVL എഞ്ചിനുകൾ പരീക്ഷിച്ചു. CA എഞ്ചിനെ അപേക്ഷിച്ച AVL എഞ്ചിനുകൾക്ക് മെയിന്റനൻസ് കുറവായിരുന്നു, ഇന്ധനക്ഷമതയും കൂടുതലായിരുന്നു. ഗിയറുകൾ ഇടതുവശത്തേക്ക് മാറിയതും AVL എഞ്ചിനുകളുടെ വരവോടെയാണ്. എന്നാൽ 5 സ്പീഡ് ഗിയർ ബോക്സിലെത്തിയ AVL എഞ്ചിനുകൾ ഒരു വമ്പൻ പരാജയമായിരുന്നു വിപണിയിൽ. സിദ്ധാർത്ഥ് ലാൽ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ബുള്ളറ്റ് പ്രേമികളുടെ എല്ലാ പരാതികളും അയാൾ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലം പുറത്തു വന്നത് 2008-ലായിരുന്നു. ലളിതമായ റൈഡിംഗ് കംഫർട്ട് ഉറപ്പു നൽകുന്നതായിരുന്നു എൻഫീൽഡ് പുറത്തിറക്കിയ 350 UC എഞ്ചിനുകൾ. റെട്രോ ക്ലാസിക് ലുക്കിൽ സെൽഫ് സ്റ്റാർട്ടിൽ UC എഞ്ചിനിൽ ക്ലാസിക് 350 എന്ന മോഡൽ വിൽപ്പനയ്ക്കെത്തിയതോടെയാണ് റോയൽ എൻഫീൽഡിന്റെ തലവര മാറുന്നത്. 2010-ൽ ₹1 നിന്ന് റോയൽ എൻഫീൽഡിന്റെ ഓഹരി 1000 രൂപയിലേക്ക് എത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബ്രാൻഡായി എൻഫീൽഡ് വളർന്നതും ഇക്കാലയളവിലാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ റോയൽ എൻഫീൽഡ് അഭൂതപൂർവമായ വിൽപ്പന കൈവരിച്ചു. എന്നാൽ UC എഞ്ചിനിൽ തൃപ്തരാകാതിരുന്ന ന്യൂ ജനറേഷന് വേണ്ടി റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ രൂപത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ടാപ്പറ്റ് നോയിസ്, വൈബ്രേഷൻ, ഇനിഷ്യൽ പവർ തുടങ്ങിയ കാര്യങ്ങളിൽ ന്യൂ ജനറേഷൻ നിരാശരായിരുന്നു. യുവാക്കളിലെ നിരാശ എൻഫീൽഡിന്റെ വിൽപ്പനയും ബാധിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിച്ചിരുന്ന സിദ്ധാർത്ഥ് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളുടെ പങ്കാളിത്തത്തോടെ 2016 411cc J സീരീസ് അഡ്വഞ്ചർ സ്പോർട്ട് ബൈക്കായ ഹിമാലയൻ പുറത്തിറക്കിയാണ് മറുപടി നൽകിയത്. ലോകോത്തര ബ്രാൻഡുകളായ ട്രയംഫ്, BMW, BSA, ഹാർലി ഡേവിഡ്സൺ, കാവസാക്കി, ഹോണ്ട, ജാവ തുടങ്ങിയ കമ്പനികൾ ഇക്കാലയളവിൽ ഇന്ത്യൻ വിപണിയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് കളം പിടിച്ചിരുന്നു. അതിശക്തരായ ഈ വാഹന നിർമ്മാതാക്കൾക്കൊപ്പം കിടപിടിക്കാൻ സാധിക്കാതെ റോയൽ എൻഫീൽഡ് എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരുമെന്ന അക്കാലത്ത് വിലയിരുത്തലുകളും ശക്തമായിരുന്നു. J സീരീസ് ലോങ് സ്റ്റോക്ക് എഞ്ചിനുകൾ സീറോ വൈബ്രേഷനും ഉയർന്ന ഇനിഷ്യൽ പവർ നൽകിയിരുന്നു. അത് സിദ്ധാർത്ഥ് ഒരു അവസരമായി കണ്ടു. 650cc J സീരീസ് എഞ്ചിനിൽ ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GTയും പുറത്തിറങ്ങിയതോടെ റോയൽ എൻഫീൽഡിന്റെ വളർച്ച ഇന്റർനാഷണൽ ലെവലിലും വലിയ ജനപ്രീതി ഉണ്ടാക്കി. ക്ലാസിക്, തണ്ടർബേർഡ്, സ്റ്റാൻഡേർഡ് തുടങ്ങിയ മോഡലുകളിൽ പുറത്തിറക്കിയിരുന്ന UC എഞ്ചിനുകൾ അതോടെ നിർത്തലാക്കി. തുടർന്ന് തണ്ടർബേർഡിന് പകരം മെറ്റിയോ, ക്ലാസിക്കിന് പകരം റീബോൺ എന്നിങ്ങനെ J സീരീസ് എഞ്ചിനുകളിൽ എൻഫീൽഡ് വിൽപ്പന തുടർന്നു. ജെൻസി റൈഡർമാരെ ആകർഷിക്കാൻ ഇന്റർസെപ്റ്ററിനും കോണ്ടിനെന്റൽ GTക്കും സാധിച്ചെങ്കിലും കോവിഡിന് ശേഷം യുവാക്കളുടെ യാത്രകളും വർദ്ധിച്ചതോടെ അഡ്വഞ്ചർ സ്പോർട്ട് ബൈക്കുകൾക്ക് ഇന്ത്യയിൽ പ്രിയമേറിയിരുന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ലാൽ ഇന്ത്യൻ യുവാക്കളുടെ മാത്രമല്ല വിദേശികളായ റൈഡർമാരുടെയും പൾസ് മനസ്സിലാക്കിയിരുന്നു. 2024-ൽ 450cc എഞ്ചിനിൽ ഹിമാലയനെ റീബിൽഡ് ചെയ്ത് പുറത്തിറക്കിയതോടെ ജെൻസിയെ തൃപ്തരാക്കാനും റോയൽ എൻഫീൽഡിന് സാധിച്ചു. 450cc ഷെർപ്പായ എഞ്ചിൻ സ്പെക്സിൽ മാറ്റങ്ങളോടെ ഗറില്ലയായി അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യൻ വിപണി ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. 90s കിഡ്സ് മുതൽ ജെൻസി വരെ റോയൽ എൻഫീൽഡിനെ ഏറ്റെടുക്കുമ്പോഴും പഴയ കാസ്റ്റേൺ എഞ്ചിൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യൻ റൈഡേഴ്സാണ് ഇന്നും കമ്പനിയുടെ കരുത്തും ആത്മവിശ്വാസവും. 25 വർഷം മുൻപ് ആളുകൾ ആക്രിക്കടകളിൽ ഉപേക്ഷിച്ചിരുന്ന ഒരു ബ്രാൻഡിനെ സിദ്ധാർത്ഥ് ലാൽ ഇന്ന് ലോകോത്തര ബ്രാൻഡായി വളർത്തിയത് നിരന്തരം ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടായിരുന്നു.